ആറ്റിങ്ങൽ അയിലത്താണ് ഭാര്യയെയും 2.5 വയസ്സുള്ള കുഞ്ഞിനെയും യുവാവ് അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയത്. അയിലം നെല്ലിമൂട് സ്വദേശി സജിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മദ്യപിച്ചെത്തി ഇയാൾ കുഞ്ഞിനെ ഭിത്തിയിലേക്ക് വലിച്ചെറിയുകയും തുടർന്ന് തല ചുമരിലിടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 11 മണിയോടുകൂടിയായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. 4 വർഷം മുൻപായിരുന്നു ഈ യുവതിയുടെയും യുവാവിന്റെയും വിവാഹം. സൗന്ദര്യം പോരെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും ആരോപിച്ച് പല ദിവസങ്ങളിലായി അല്ലെങ്കിൽ പല കാലങ്ങളായി സജി യുവതിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വീട്ടിലെത്തിയ ഇയാൾ അക്രമാസക്തനാവുകയും വീട്ടിലുണ്ടായിരുന്ന വാളിന്റെ പിടി ഉപയോഗിച്ച് യുവതിയുടെ തലയ്ക്കും മുതുകിനും ഇടിച്ചു പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ക്രൂരമായി മർദ്ദനമേറ്റ യുവതിയും കുഞ്ഞും ചികിത്സ തേടിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ സജി ഒളിവിൽ പോയി. സജിക്കായുള്ള അന്വേഷണം നിലവിൽ പോലീസ് തുടങ്ങിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. ആറ്റിങ്ങൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിയെ പിടികൂടാനായി തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. കുടിയന്മാരായ ഭർത്താക്കന്മാരുള്ള വീട്ടിലും മിക്ക അവസ്ഥ ഇത് തന്നെയാണ്. സൗന്ദര്യം കുറഞ്ഞത് പോയി എന്നും പറഞ്ഞ സ്ത്രീധനം കുറവാണെന്നും ഇതൊക്കെ കല്യാണം ആലോചിക്കാൻ ചെല്ലുമ്പോൾ സ്ത്രീധനം കുറവാണ്, ലുക്ക് കുറവാണ്. കെട്ടിയിട്ട് ആ പരിപാടിക്ക് അന്ന് പോകണം. അത് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ഈ മർദ്ദനം വെച്ചിട്ടുണ്ടല്ലോ. മിക്ക വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. കുടിയന്മാരായ ഭർത്താക്കന്മാരുടെ വീട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഒരുപാട് ഇന്നാളെങ്ങാണ്ട് സ്ത്രീധനം കുറഞ്ഞു പോയി എന്നും പറഞ്ഞൊരു പെൺകുട്ടിയെ പട്ടിണിക്ക് ഇട്ടണമെന്ന്. അത് കേവലം ഒരു അരി എന്തോ ഒരു പച്ചവെള്ളം അരിയോ കുറച്ച് ആഹാരങ്ങൾ മാത്രം ഉണ്ടാകും. അത് ക്രൂരമായിട്ടുള്ളത് അമ്മായിമ്മയും ഭർത്താവുമാണ്. അത് നിറം കുറഞ്ഞു എന്ന് പറഞ്ഞു പോയി എങ്ങാണ്ട് ആക്രമിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതിലൊരു തെളിഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് അത് പുറലോ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഓരോ വീട്ടിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ പോയ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ അടുത്താണ് ജീവിക്കാൻ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തെങ്കിലും മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അത് വീട്ടുകാരോട് പറയാം. സ്ത്രീധനം കുറവാണ്, അങ്ങനെ സ്വന്തം കാലം നിൽക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുഞ്ഞിനൊക്കെ എറിഞ്ഞ് കൊല്ലുക, അങ്ങനെ ഒരാളൊരു മനുഷ്യനായിട്ട് പോലും കൂട്ടാൻ പറ്റില്ല. അങ്ങനെയുള്ളവൻ എത്രയും വേഗം പിടിച്ച് അവനെ തീർച്ചയായിട്ടും അവനെ പുറലോകം കാണിക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും തീറ്റി പോറ്റാനല്ലേ ആൾക്കാർ കാണുള്ളൂ, സർക്കാർ കാണുള്ളൂ. പുതിയ സർക്കാരിലും പഴയ സർക്കാരും തീറ്റി പോറ്റാനുണ്ട്. എത്ര പോരോ എത്തിക്കഴിഞ്ഞാൽ പുതിയ മെനു ഒക്കെ ഇറക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടു ജയിലിലൊക്കെ. പിടിച്ചിട്ട് എന്നാ ചെയ്യാൻ പറ്റും? കുഞ്ഞിനെ പോയി എറിഞ്ഞു കൊല്ലാൻ പറ്റില്ല, മനസാക്ഷി ഇല്ലാത്തവനെ കല്ലെറിഞ്ഞു കൊല്ലാം.